അത് ഒരു ഇനീഷ്യൽ കൺസൾട്ടേഷൻ മേ ബി ഫസ്റ്റ് കോൾ വി വിൽ പുട്ട് ഇറ്റ് ആസ് എ ഫ്രീ. എന്താ നിങ്ങളുടെ ബിസിനസ്, എന്താ നിങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം. ആക്ച്വലി അങ്ങനെ ആരും ചെയ്യില്ല. ഇല്ല. ഇവോക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. അതെ. നമ്മൾ ഇന്ന കാര്യങ്ങൾ കാരണം ടൈം ഉണ്ടാവില്ല ആർക്കും. എല്ലാവരും ഓക്കെ നിങ്ങൾ നോ എന്ന് പറഞ്ഞിട്ട് വിട്ട് കളയാണ് ചെയ്യുന്നത്. അതെ. അതിൻ്റെ ഒരു ബേസിക് റീസൺ, ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദ മാർക്കറ്റിംഗ് വാസ് ആക്ച്വലി വെരി ടഫ് ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ടു മാർക്കറ്റ്, വെയർ ടു മാർക്കറ്റ്. എനിക്കന്ന് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, സീരിയസ്ലി ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ പേരൻസ് ഒന്നും ഈ ഒരു ട്രഡീഷണൽ IT ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ല. പിന്നെ നമുക്ക് അറിയാവുന്ന അറിവ് വെച്ചിട്ടും ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഹെൽപ്പും, അതും ഔട്ട്സൈഡ് ഇന്ത്യയുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബേസിക് കുറേ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ തുടക്കത്തിൽ ഫസ്റ്റ് പ്രോജക്റ്റൊക്കെ freelancer.com പോലെയുള്ള കുറേ സൈറ്റുകൾ ഇത് ബിഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ ഫേസ് എനിക്കറിയാം. സോ എല്ലാ ബിസിനസ്സിനും തുടങ്ങുമ്പോൾ ഓഫ് കോഴ്സ് കുറേ സ്ട്രഗിൾസ് ഉണ്ടാവുമല്ലോ, പെയിൻഫുൾ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളെ വിളിക്കുമ്പോൾ തന്നെ 10 കൊല്ലം എത്തി നിൽക്കുമ്പോഴും സാറാ ഫസ്റ്റ് ഇയറിനെ കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്ന ക്ലയൻസിനോട് തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്തത് അതുകൊണ്ടാണ്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരോട് ഞാൻ പറയും, ഇത്ര ബഡ്ജറ്റ് ഉള്ളെങ്കിൽ ഞാൻ പറയും, ഇത്ര ബഡ്ജറ്റ് ഉള്ളെങ്കിൽ ബെറ്റർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉള്ളെങ്കിൽ ആ ബഡ്ജറ്റ് ഇവോക്കിൻ്റെ ഫീസ് തന്നെ മേ ബി വരുന്നുണ്ടാവും. അപ്പോൾ അത് ഞാൻ അവരുടെ ബിസിനസ്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് തന്നെ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിൽ ഇവോക്കിൽ വരുന്നുണ്ടാവും. അപ്പോൾ ആ ഫീസ് അവർക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും, ബെറ്റർ യു ക്യാൻ സ്റ്റഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എ ബിറ്റ് ഫ്രം എനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ മേ ബി ഇവോക്കിനുണ്ട് ഒരു ഡിജിറ്റൽ സ്കൂൾ, യു ക്യാൻ ഓൾസോ സ്റ്റഡി ദെയർ. എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സോ യു ക്യാൻ സ്പെൻഡ് ഈ ഫീസും കൂടെ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ സ്പെൻഡ് ഇൻ ഡിജിറ്റൽ മീഡിയാസ് ആൻഡ് യു ക്യാൻ ഡൂ ദ ബിസിനസ്. ആൻഡ് വൺസ് യു ആർ കേപ്പബിൾ ടു ഗീവ് ടു ബിസിനസ് എ ബിഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, യു വാണ്ട് ടു സ്കെയിൽ ഇറ്റ് അപ്പ്. അതായത് ഇപ്പം നിങ്ങൾക്കിപ്പോൾ നിലവിലൊരു 1 ലക്ഷം രൂപയുടെ സെയിലൊക്കെയാണ് നടക്കുന്നുള്ളൂ, നിങ്ങൾക്കതൊരു 10 ലക്ഷത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ 1 കോടിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദെൻ ഓഫ് കോഴ്സ് യു നീഡ് എ പ്രോപ്പർ പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, ദെൻ യു ക്യാൻ ഡെഫിനറ്റ്ലി കം ബാക്ക് ടു യുവോക്ക്. അതാണ് നമ്മൾ പറയുന്നത്. That's a nice answer and that's a nice solution also. പണ്ടായാലും ഇപ്പോഴായാലും ബിസിനസ് തുടങ്ങാൻ നമ്മൾ പ്ലാൻ ഇടുമ്പോൾ അതിന് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെന്റ്, ലൊക്കേഷൻ, ഐഡിയാസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അതിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കേട്ടു തുടങ്ങിയിട്ട് സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത്. അതും ഒരു തലവേദനയാണ്. അപ്പോൾ ആ തലവേദനയെ കുറക്കാൻ ഇവോക്ക് എന്താണ് മുൻകരുതലായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ ടോട്ടൽ ഇപ്പോൾ ഒരു ബിസിനസ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്യാപിറ്റൽ നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യുമല്ലോ. ആ ക്യാപിറ്റലിനകത്ത് നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റും ഉണ്ടാവും. ആ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മേ ബി യു നീഡ് ടു അലോക്കേറ്റ്, ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബഡ്ജറ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ തന്നെ ഒരു 5 CR ബഡ്ജറ്റാണ് ടോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിൻ്റെ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 CR ആണ് നിങ്ങൾ മാർക്കറ്റിംഗിന് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 60-40 മോഡലിൽ പോകണമായിരിക്കും ബെറ്റർ. 60% യു ക്യാൻ സ്പെൻഡ് ഇൻ ഡിജിറ്റൽ ഇറ്റ് സെൽഫ്, 40% യു ക്യാൻ ഗോ ഫോർ അതർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീഡിയ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഒരു കൺസിഡറേഷൻ ഇപ്പോഴത്തെ ഒരു സെനാരിയോ പ്രകാരം നമുക്ക് എടുക്കണം. ആക്ച്വലി അത് പൊതുവേ ചില കമ്പനികളൊക്കെ ചെയ്യുന്നത് അത് നേരെ ഒരു 95-5 ഒക്കെ ആക്കും. ട്രഡീഷണൽ മീഡിയയിൽ 95% സ്പെൻഡ് ചെയ്യും, 5% ഓൺലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസിഡർ ചെയ്യും. കാരണം അത് പറയാൻ കാരണം ഇപ്പം റീസെൻ്റായിട്ട് ഈ ലാസ്റ്റ് ഇയർ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ഇ-കോമേഴ്സ് ലോഞ്ച് ചെയ്തപ്പം നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ ലോഞ്ച് ചെയ്തൊരു ഇ-കോമേഴ്സ് ആണ്. അവർ ഓൾമോസ്റ്റ് എല്ലാ ഡെയിലിയുടെയും ഫ്രണ്ട് ഫുൾ പേജ് ബുക്ക് ചെയ്തിട്ട് അഡ്വർടൈസ് ചെയ്തു. സോ ഫ്രണ്ട് ഫുൾ പേജ് ബുക്ക് ചെയ്ത് അഡ്വർടൈസ് എല്ലാം മീഡിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് യൂണിറ്റ് ടു സ്പെൻഡ് 1 CR. സോ ജസ്റ്റ് ഇമാജിൻ, ഞാൻ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ആണ്, ഇൻ ഫ്രണ്ട് പേജ് ഓഫ് ഓൾ ദ ഡെയിലീസ് ഫ്രം 5 AM to ഈവനിങ് 5 PM കഴിഞ്ഞ് 1 CR ഈസ് ഗോൺ. സോ അതൊക്കെ ഒരു തെറ്റായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ പ്രോബ്ലം ആണ്. 1 CR you can easily spend means like you can reach to a level. അതവർ ചെയ്തില്ല. സോ that's a big loss. സോ അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ AI അതൊരു തരംഗമാണ്. ആ തരംഗത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ചിന്തിക്കും, എന്തിനാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാനൊരു ഏജൻസി ഏൽപ്പിക്കുന്നത്, എന്തിനാ AI ഉണ്ടല്ലോ, AIയുടെ ടൂൾസ് നമുക്ക് ചെയ്തു തരും എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഇന്ന് കൂടുതലുള്ള ആൾക്കാർ. അപ്പോൾ AI എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? ആക്ച്വലി ആളുകൾ അതായത് ഒരു കസ്റ്റമർ AI വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ റീപ്ലേസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന റിസോഴ്സുകൾക്കോ ആയിരിക്കും. അവരായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്, ഓക്കെ AI വന്നു ഇനി എൻ്റെ പണി പോവുമോ, അല്ലെങ്കിൽ ഇവോക്ക് എന്നുള്ള കമ്പനി നാളെ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആയിരിക്കും ആദ്യം വരുന്നത്. പണ്ട് കാലത്ത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വന്നിട്ട് ജോലി പോകുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു 1988
മൈക്രോസോഫ്റ്റ് ഓഫീസ് ലോഞ്ച് ചെയ്യുന്നത്, അതായത് MS ഓഫീസ്, അതായത് വേർഡും എക്സലും ഒക്കെ വന്നത്. അന്നത് വരുമ്പം ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു എക്സൽ ആണെന്നുണ്ടെങ്കിൽ ട്രഡീഷണലി രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ ഫിസിക്കൽ രജിസ്റ്റേഴ്സ്, അത് മാനേജ് ചെയ്യുന്ന സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസിൽ മിക്കവാറുള്ള എല്ലാ കമ്പനികൾക്കും കാണും ഒരു റിസപ്ഷനിൽ രജിസ്റ്റർ എഴുതുന്ന പരിപാടി. അത് നൗ ദാറ്റ് ഈസ് റീപ്ലേസ് വിത്ത് എക്സൽ ഓർ എനി അതർ സോഫ്റ്റ്വെയർസ്. അത് എക്സൽ വന്നതുകൊണ്ട് ആളുകളുടെ ജോലി പോയിട്ടില്ല, പക്ഷേ എഫിഷ്യൻസി 100 ടൈംസ് ഈ മുകളിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബിക്കോസ് യു ഗെറ്റ് ട്രഡീഷണൽ രജിസ്റ്ററിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ ആ ബുക്ക് കുറച്ച് കഴിയുമ്പോൾ പോവും, കത്തിപ്പോവും, അല്ലെങ്കിൽ പുഴുവരിച്ച് പോകും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഡിജിറ്റലി വെൻ യു ആർ കീപ്പിംഗ് ഇറ്റ് യു ഹാവ് ദ റെഫറൻസ്. 10 കൊല്ലം മുന്നേ വന്ന വിസിറ്ററുടെ ഇൻഫർമേഷനും യു വിൽ ഹാവ് ഇൻ ദ എക്സൽ ഇഫ് യു ആർ കീപ്പിംഗ് ആൻ എക്സൽ. സോ അതുകൊണ്ട് ഒരു ടൂള് വരുന്നു, അതെ ഒരു ടൂള് വരുന്നു എന്നതുകൊണ്ട് ഒരിക്കലും മാർക്കറ്റിൽ അത് ഫുള്ളായിട്ട് ഒരു റിസോഴ്സിനെ തുറച്ച് കളയാൻ പറ്റുമോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തുറച്ച് കളയാൻ പറ്റില്ല. ആ ടൂള് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ AI ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു വലിയ ഫാക്ടറാണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ChatGPT എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി ChatGPT ഒരു കണ്ടന്റ് ടൂളാണ്. ആക്ച്വലി കണ്ടന്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആക്ച്വലി. അപ്പോൾ ഈ കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ബ്ലോഗ് ഒന്ന് എഴുതണം, ChatGPTയിൽ ഞാൻ ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT വിൽ ഗിവ് യു ദ ബ്ലോഗ്. പക്ഷേ ആ ബ്ലോഗ് അങ്ങനെ തന്നെ നമ്മൾ ഒരു കണ്ടന്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യത്തില്ല. ഇഫ് യു ആർ എ റിയൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേഴ്സൺ, അവർക്ക് അവരുടെ പെർസ്പെക്ഷനോട് കൂടിയിട്ട് ഈ കണ്ടന്റിൽ അവർ ആഡ് ചെയ്യും. ഇപ്പോൾ സാധാരണ ഒരു ബ്ലോഗ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂർ 4 hours ചിലപ്പോൾ ഒരു റിസോഴ്സിന് ഒരു ബ്ലോഗ് റൈറ്റർ കണ്ടന്റ് റൈറ്റർക്ക് എടുക്കുവാണെങ്കിൽ അത് AI വന്നതോടുകൂടി ആ ടൈം എന്നുള്ളത് 1 hour ആയിട്ട് കുറയ്ക്കാൻ പറ്റും. സോ 4 hours ചെയ്യുന്ന ജോലി 1 hour ആവും. അപ്പോൾ 4 hours 4 ബ്ലോഗ് ചെയ്യാം. സോ എഫിഷ്യൻസിയാണ് കൂടുന്നത്. ഈ ടൂൾസ് ആർ ആക്ച്വലി ഡിസൈൻഡ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി. ഇറ്റ്സ് നോട്ട് റീപ്ലേസിംഗ് എനിത്തിങ്. Yes, that means it will increase efficiency and decrease the effort. Correct. I think that's the reason. That's a അത് AI വരുന്നതുകൊണ്ടല്ലാതെ വേറെ ഒരു വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ChatGPTയിൽ ഇപ്പം നോക്കാതൊന്നുമില്ല. പിള്ളേരൊക്കെ ഇപ്പൊ തന്നെ എങ്ങനെ ഹോംവർക്ക് എളുപ്പമായി നോക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, AI വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ നമുക്ക് ചെയ്യാമല്ലോ എന്നൊരു ചിന്തയുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഇപ്പോൾ ചിലപ്പോൾ ചില കമ്പനികളൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും AI ടൂളിനെ. കാരണം അവർ ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നത് AI ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ബോട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, കണ്ടന്റ് ഇങ്ങനെ AI ഉണ്ടാക്കിയ കണ്ടന്റാന്ന് പറയും. പക്ഷേ ഫോർ എ സർട്ടൺ പെർസെൻറ്റേജ് ഇറ്റ് ഈസ് റൈറ്റ്. പക്ഷേ അത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഇഷ്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു റിസോഴ്സ്, ഒരു കണ്ടന്റ് റൈറ്റർ റിസോഴ്സ് ഒരു ദിവസം 2 or 3 ബ്ലോഗോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെയിം റിസോഴ്സ് ഈ ടൂളുകളുടെ ഹെൽപ്പും കൂടെ കൂടി എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം 3 എന്നുള്ളത് 10 ചെയ്യാം. അത്രയും ഡിഫറൻസ് ഉണ്ട് എഫിഷ്യൻസിക്കകത്ത് ആക്ച്വലി. പക്ഷേ യു നീഡ് ടു പുട്ട് യുവർ ഓൺ പെർസ്പെക്ഷൻ ഓൾസോ. അല്ലാതെ ജസ്റ്റ് AI ഉണ്ടാക്കുന്ന കണ്ടന്റ് ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. യു നീഡ് ടു പുട്ട് യുവർ ഓൺ എന്താ പറയുക ഹ്യൂമൻ എഫോർട്ടും കൂടെ കൂടി അതിനകത്ത് ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് യു ക്യാൻ ഇംപ്രൂവ് ദ എഫിഷ്യൻസി. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ഒരുപാട് ടിപ്സ് അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. പക്ഷേ ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വരുന്ന ജനറേഷന് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാറിന് മറ്റെന്താണ് ഈ വോക്ക് എന്നുള്ളൊരു സ്ഥാപനമല്ലാതെ മറ്റെന്താണ് സാറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്?